സംസ്ഥാന പാത നവീകരണത്തിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കയ്യേറിയ സംഭവത്തിൽ കോടതി ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരമാവാത്ത സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി CK കാസിം MLA. റോഡ് നവീകരണത്തിലെ അശാസ്ത്രീയത മൂലം സ്വകാര്യ വ്യക്തികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാത നവീകരണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയ നിർമ്മാണം മൂലമാണ് സ്വകാര്യ വ്യക്തികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായത്. 3 സഹോദരിമാരുടെ ഉടമസ്ഥതയിലുള്ള 18 റൂമുകളുള്ള 2 കെട്ടിടങ്ങളിൽ നിന്ന് വാടകക്കാർ ഒഴിഞ്ഞുപോയതാണ് സാമ്പത്തിക നഷ്ടമുണ്ടാവാൻ കാരണം. നേരത്തെ ഇവരുടെ സ്ഥലം പൊതുമരാമത്ത് വകുപ്പ് കയ്യേറിയതായി കണ്ടെത്തിയിട്ടും സംഭവത്തിൽ കോടതി ഉത്തരവുണ്ടായിട്ടും സ്ഥലം തിരിച്ചു നൽകാൻ നടപടി സ്വീകരിച്ചില്ലെന്നും ഉടമകൾ പറയുന്നു. രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന അഗസ്ത്യൻമൊഴി അങ്ങാടിയിലാണ് 3 സ്ത്രീകളുടെ ഉടമസ്ഥതയുള്ള സ്ഥലത്ത് അവരുടെ ഭൂമിയിലേക്ക് കയറി അശാസ്ത്രീയമായി ഡ്രൈനേജ് നിർമ്മിച്ചത്. ഇതോടെ ഇവരുടെ കെട്ടിടത്തിലേക്ക് വാഹനങ്ങൾ കയറാതാവുകയും വാടകക്കാർ ഒഴിഞ്ഞുപോവുകയും ചെയ്തതോടെ ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടം വരികയായിരുന്നു. ഇടവണ്ണ കൊയിലാണ്ടി റോഡിൻ്റെ വർക്കിൽ നമ്മുടെ സ്ഥലം ഒരു 33 മീറ്റർ വലിയ കയ്യേറി, സുമാർ 1 മീറ്ററിൻ്റെ അടുത്തുണ്ട്, 33 നീളത്തിൽ. ആ കയ്യേറി ഡ്രൈനേജ് വീട് കടയിലേക്ക് പോയി വണ്ടി കയറാത്ത കുളത്തിൽ ഡ്രൈനേജ് പൊന്തിച്ചാൽ വണ്ടി കയറില്ല, കടകളൊക്കെ ഒഴിഞ്ഞു പോയി. ഇതിപ്പോൾ കേസ് നടക്കുന്ന 3.5 കൊല്ലമായി. ഇതുവരെ വീട് 3.5 കൊല്ലമായി കടകൾക്കാരൊക്കെ ഒഴിഞ്ഞു പോയി കടകളൊക്കെ. ഇതിപ്പോൾ 2 സർവേ ചെയ്ത് താമരശ്ശേരി കോടതിൻ്റെ പ്രകാരവും പിന്നെ കോഴിക്കോട് സിവിലിൽ ഉള്ളവരും സർവേ ചെയ്തു. ആ സർവേൻ്റെ പേപ്പർ ഞങ്ങൾ കയ്യിലുണ്ട്. ഇപ്പോൾ കളക്ടർ പൊളിച്ച് മാറ്റാൻ നിർദ്ദേശം നൽകിയതാണ്. ആ നിർദ്ദേശം നൽകിയിട്ട് ഇപ്പോൾ 2 കൊല്ലവും 4 മാസമായി. ഇതുവരെ നടപടി എടുത്തില്ല. 1 മീറ്ററോളം വീതിയിൽ 33 മീറ്റർ സ്ഥലമാണ് കയ്യേറിയതെന്ന് സ്ഥലമുടമകളായ റംല, ലൈസല, ലൈല എന്നിവർ പറഞ്ഞു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട തിരുവമ്പാടി MLA CK കാസിം പൊതുമരാമത്ത് KSTP ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിതയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. നേരത്തെ മുൻ MLA ലിൻഡോ ജോസഫ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ എന്നിവർക്കെല്ലാം പരാതി നൽകിയിട്ടും ഫലമില്ലാതായതോടെ കെട്ടിട ഉടമകൾ കോടതിയെ സമീപിക്കുകയും സ്ഥലം സർവേ ചെയ്ത് സ്ഥലം കയ്യേറിയതായി കണ്ടെത്തുകയും തിരിച്ചു നൽകാൻ അനുകൂല ഉത്തരവ് വാങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് നടപ്പാക്കാനും അധികൃതർ തയ്യാറായില്ല. ഇതോടെ 4 വർഷത്തിനിടെ 30 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കെട്ടിട ഉടമകൾക്കും ഉണ്ടായത്. കയ്യേറ്റം പൊളിച്ചു മാറ്റാൻ ഉത്തരവ് നിലനിൽക്കെ മുൻ MLAയുടെ നേതൃത്വത്തിലെത്തി വീണ്ടും സ്ലാബ് സ്ഥാപിച്ചതായും ആരോപണമുണ്ട്. നിലവിലെ MLA CK കാസിമിൻ്റെ നേതൃത്വത്തിലെത്തിയ സംഘം കെട്ടിടത്തിലേക്ക് റാമ്പുകൾ നിർമ്മിക്കാമെന്നും ഗതാഗത സൗകര്യമൊരുക്കാമെന്നും റോഡ് നിർമ്മാണത്തിനെടുത്ത ഇവരുടെ ഭൂമി അക്വയർ ചെയ്ത് സർക്കാർ ഏറ്റെടുത്ത് പണം നൽകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഉടമകളുടെ ഭൂമി റോഡിലേക്ക് അവരുടെ അനുമതിയില്ലാതെ ഏറ്റെടുത്തു എന്നുള്ളതാണ് പരാതി. അതിന് ബന്ധപ്പെട്ട KSTPയുടെ എഞ്ചിനീയർ വിഭാഗത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ASCയും അതോടൊപ്പം തന്നെ AE ഒക്കെ ഇവിടെ സ്ഥലത്തെത്തി. അവർ പരിശോധിച്ചു. അവരത് കൃത്യമായി അതിൻ്റെ സർവേ ടീമിനെ കൊണ്ട് സർവേ നടത്തിയ റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. അവർ പരാതി ഉന്നയിക്കപ്പെട്ട ബിൽഡിംഗ് സ്ഥലത്തിൻ്റെ ഉടമസ്ഥർ പരാതി ഉന്നയിക്കപ്പെട്ട പ്രദേശത്ത് ഒരു ഭാഗം 1.3 സെൻറ്റ് ഭൂമി അധികമായി റോഡിലേക്ക് എടുത്തു പോയിട്ടുണ്ട് എന്നുള്ള ഒരു ഫൈൻഡിങ്സ് അവരിലുണ്ട്. അതവർ അക്വസിഷൻ നടപടിയിലേക്കോ മറ്റോ കടന്നുകൊണ്ട് അവരെ സഹായിക്കാമെന്നുള്ളൊരു നിർദ്ദേശമാണ് അവർ വെച്ചത്. ബാക്കിയുള്ള സ്ഥലം കൂടി ഉണ്ട് എന്നാണ് ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ പറയുന്നത്, ഭൂമിയുടെ ഉടമസ്ഥർ. അതുകൂടി അടിയന്തരമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സർവേ ടീമിന് കത്ത് കൊടുത്ത് കത്ത് കൊടുത്ത് സർവേ ചെയ്യിക്കാമെന്നുള്ളൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അതോടൊപ്പം അവരുടെ കെട്ടിടം താഴെയായി പോയതിൻ്റെ പേരിൽ വാഹനം കയറ്റാൻ കഴിയുന്നില്ല എന്നുള്ള പരാതിക്ക് കെട്ടിടത്തിലേക്ക് വാഹനം കയറ്റുന്നതിന് ആവശ്യമായ റാമ്പും അതോടൊപ്പം തന്നെ റോഡിൽ നിന്ന് വാഹനം വരാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാം 6 മീറ്റർ വീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. MLAയുടെ ഇടപെടലിൽ പ്രതീക്ഷയിലാണ് കുടുംബം. CTV പ്രാദേശിക വാർത്ത, മുക്കം.